ഹലോ ഗായ്സ്, കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു റെസിപ്പിയാണ് ഓവർനൈറ്റ് ഓട്സ്. കുറേ റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ തട്ടിക്കുട്ടി ഉണ്ടാക്കി നോക്കിയെങ്കിലും അത്രയ്ക്ക് ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റായിട്ട് ഇതൊരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, സിമ്പിളാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് സംഭവം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ജാറിലേക്ക് കുറച്ച് ഓട്സ് ഇടുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാലിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് പാലിൻ്റെ മിക്സ് വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഈ ഓട്സ് ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. എൻ്റെ ഇത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നവർ മധുരത്തിന് തേൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മധുരം സ്കിപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. അതിന് ചിയാ സീഡ് ഒരുപാട് ഹെൽത്ത് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹണിയും തേനും ഒന്നാണ്. ഹണിയും ചിയാ സീഡും ഓട്സും ഈ ചൂട് വെള്ളത്തിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി സോക്ക് ചെയ്ത് വരട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു മിക്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല. സംഭവം സിമ്പിളാണ്, ഒരു മാംഗോ സ്മൂത്തിയാണ്. ആൻഡ് ആ സ്മൂത്തി ഉണ്ടാക്കിയാലും നമ്മൾ ഓൾറെഡി ഓട്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഓട്സ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. ഈ മാംഗോ സ്മൂത്തിയിൽ മാംഗോ നീലൻ മാങ്ങയായിരുന്നു, ഓട്സ്, പാല്, പഞ്ചസാര. ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ചേർത്തിട്ട് നന്നായിട്ട് തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ പോലെ ഈ മാംഗോൻ്റെ സ്മൂത്തി ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ മേലെ ടോപ്പ് ലെയറായിട്ട് കുറച്ച് ചിയാ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓവർനൈറ്റ് ഓട്സ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ മേലെ ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് ഫ്രഷ് മാംഗോ ഒക്കെ കട്ട് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ രാവിലെ നമുക്ക് എന്തായാലും മടി പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലെല്ലാം സെറ്റാക്കി വയ്ക്കാം. നെക്സ്റ്റ് ഡേ രാവിലെ ഇത് പുറത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഫ്രഷ് മാംഗോ പീസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഗ്ലാസിൻ്റെ ചുറ്റുള്ള ആ വെള്ളം ഡ്രോപ്സ് പോലെ നിൽക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതിൻ്റെ ആട്ടോ കുറച്ച് നേരം മുന്നേ. ഇതിൻ്റെ മേലെ മാംഗോൻ്റെ ഈ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചിയാ സീഡും കൂടി ഇപ്പോൾ ടോപ്പിങ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റേസിൻസ് ആണ്. നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നല്ലതായിരിക്കും, ഹെൽത്തിയാണ്. പിന്നെ കുറച്ചും കൂടി ഹണിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുക. എൻ്റെ മോനെ അടിപൊളി സാധനമാണ്. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി മാംഗോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പഞ്ചസാര ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, പഞ്ചസാര ഇട്ടാൽ ഇത്തിരി ഹെൽത്ത് കുറയും, എന്നാലും യമ്മി ബ്രേക്ക്ഫാസ്റ്റ്.